ബിന്ദു കൃഷ്ണ മുതിർന്ന കോൺഗ്രസ് നേതാവ് നമുക്കിപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, രാഹുൽ രാജിവെക്കേണ്ടേ? തീർച്ചയായും ആ രാജ്യപ്രഖ്യാപനം കേരളത്തിലെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഉയർന്ന മാനവിക മൂല്യങ്ങൾ, അതിനും അപ്പുറത്തേക്ക് ഇടതുപക്ഷത്തെ പോലെ കപട സ്ത്രീപക്ഷമല്ല, കൃത്യമായി സ്ത്രീപക്ഷ നിലപാടുകളും സ്ത്രീ സുരക്ഷ കരുതലുമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ പുറത്തു വന്ന കാര്യങ്ങളിൽ സാങ്കേതികത്വത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല. ഒരു ജനപ്രതിനിധിയിൽ നിന്ന്, ഒരു പൊതുപ്രവർത്തകരിൽ നിന്ന്, പൊതുവെയും പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഒരിക്കലും സമൂഹത്തിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് നിലപാടുണ്ട്. അതിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പ്രസ്ഥാനവും ചെയ്യാത്ത രീതിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു നടപടിയെടുത്തു, നിലപാടെടുത്തു. അതുപോലെ തന്നെ കൂടുതൽ ചർച്ചകൾക്കൊടുവിൽ പാർട്ടി തീരുമാനം സ്ത്രീപക്ഷ നിലപാട് എടുത്തുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കും എന്ന വിശ്വാസമാണുള്ളത്. ഇപ്പം ഈ പരാതിക്കാരെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിൽ. അതിനൊക്കെ ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് അങ്ങേയറ്റം അപലപനീയമാണ്. നിലപാടുകളും ആശയങ്ങളും നിർഭയമായി പറയുവാൻ ഉള്ള സ്പേസ് കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ട്. ആരോപണം ഉന്നയിക്കുന്നവരോ അല്ലാത്തവരോ ആയ സ്ത്രീകളെ ആക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് സംസ്കാരത്തിന് യോജിച്ചതല്ല. ശരി, വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ സംസാരിച്ചതിന്. നോക്കൂ, കോൺഗ്രസിലെ വനിതാ നേതാക്കൾ എത്രത്തോളം ശക്തമായി ഒരു ഇഞ്ച് പോലും സംശയത്തിന് ഇട നൽകാത്ത രീതിയിലുള്ള വാക്കുകൾ, അത്രയും ശക്തമായ വാക്കുകളാണ് കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബിന്ദു കൃഷ്ണയാണെങ്കിലും ശരി, ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിലും ശരി, കെ രമയാണെങ്കിലും ശരി, ഒരു സംശയവും അവരുടെ മനസ്സിലില്ല. രാജി മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്ക് ഒരു സംശയവുമില്ല. ഇനി തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡാണ്. ഇനിയും വൈകിപ്പിക്കണോ ആ രാജി എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലെ ചോദ്യം.